നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ടോപ് 10ലേക്ക് സ്വാഗതം. കുന്നംകുളത്തും പീച്ചിയിലും കണ്ടത് കൃത്യനിർവഹണമല്ല, കാക്കിയിട്ട കവലച്ചട്ടമ്പിത്തരമാണ്. കരണത്തടിക്കുമ്പോഴും കുനിച്ചു നിർത്തി ഇടിക്കുമ്പോഴും ഒന്നോർക്കണം, ആ ഇടിയും അടിയും കൊള്ളുന്നവൻ നൽകുന്ന നികുതി പണം കൂടിയാണ് ഈ ഏമാന്മാർ ഉണ്ടെന്ന ചോറന്ന്. കയ്യൂക്കിനും ദുരനുഭവങ്ങൾക്ക് മുന്നിൽ പതറാത്ത സുജിത്തിനും ഔസേപ്പിനും സല്യൂട്ട്. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ടോപ് 10 ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വാക്സിനുമായി റഷ്യ. പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി ക്ലിനിക്കൽ ഉപയോഗത്തിന് തയ്യാർ. എൻട്രോമിക്സ് വാക്സിൻ രോഗികൾക്ക് നൽകുന്നത് സൗജന്യമായി. വാക്സിൻ ലഭ്യമാക്കുക ഈ വർഷം അവസാനം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചർച്ച നടത്തിയേക്കും. കൂടിക്കാഴ്ച നിലവിലെ സാഹചര്യത്തിന് അയവ് വന്നാൽ മാത്രമെന്ന് ഇന്ത്യ. അടിയന്തര ബ്രിക്സ് ഉച്ചകോടി നാളെ. അടുത്ത മാസം ദക്ഷിണ കൊറിയയിൽ ട്രംപും ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തുമെന്ന് സൂചന. വയനാട് പുൽപ്പള്ളിയിലെ സ്ഫോടക വസ്തു കേസിൽ പോലീസിന് വൻ വീഴ്ച. നിരപരാധിയായ തങ്കച്ചൻ ജയിലിൽ കിടന്നത് 17 ദിവസം. യഥാർത്ഥ പ്രതിയെ കിട്ടിയതോടെ തങ്കച്ചനെ വിട്ടയച്ചു. കുടുക്കിയതെന്ന് തങ്കച്ചൻ. DCC പ്രസിഡന്റിനടക്കം പങ്കെന്ന ആരോപണം. തൃശൂർ പീച്ചി കസ്റ്റഡി മർദ്ദനത്തിന് പിന്നാലെ കേസ് ഒതുക്കാൻ പോലീസ് പണം വാങ്ങിയെന്ന് പരാതിക്കാരൻ. 2012 നേരിട്ട പോലീസ് മർദ്ദനത്തിൽ നീതി തേടി മുൻ SFI നേതാവ് ജയകൃഷ്ണൻ ഹൈക്കോടതിയിലേക്ക്. VD സതീശനെയും PK കുഞ്ഞാലിക്കുട്ടിയെയും കടന്നാക്രമിച്ചു വെള്ളാപ്പള്ളി നടേശൻ. കോൺഗ്രസിനെ നശിപ്പിക്കുന്ന കുലംകുത്തിയാണ് സതീശനെന്നും മാന്യമായി പെരുമാറാനാണ് ആദ്യം പഠിക്കേണ്ടതെന്നും പരിഹാസം. അധികാരം കിട്ടാനായി കുഞ്ഞാലിക്കുട്ടി ഭ്രാന്തനെ പോലെ പെരുമാറുകയാണെന്ന് വെള്ളാപ്പള്ളി അമൃത ന്യൂസിന്റെ വാക്ക് മറുവാക്കിൽ. യുക്രൈനിലെ ഭരണസിരാ കേന്ദ്രങ്ങൾ തകർത്ത് റഷ്യയുടെ ഡ്രോൺ ആക്രമണം. ഒരു കുഞ്ഞുൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. റഷ്യ യുക്രൈനിന്റെ സർക്കാർ മന്ദിരങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇതാദ്യം. തിരിച്ചടിക്കാൻ യുക്രൈൻ. GST പരിഷ്കരണത്തിലെ പരാതികൾ പരിഹരിക്കാൻ ഇടപെടലുമായി കേന്ദ്ര സർക്കാർ. ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നാളെ യോഗം. വിവിധ മന്ത്രാലയങ്ങളുടെ സെക്രട്ടറിമാർ പങ്കെടുക്കും. ശ്രീനാരായണ ഗുരുവിന്റെ 171ാം ജയന്തി ആഘോഷിച്ച് നാട്. സാമൂഹ്യ പരിഷ്കരണത്തിനുള്ള ഗുരുവിന്റെ ആഹ്വാനം തലമുറകളെ പ്രചോദിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുരു ശ്രീകൃഷ്ണ അവതാരമെന്ന് ഗവർണർ. ഗുരുവിനെ ചിലർ സ്ഥാപിത താൽപര്യത്തിന് ഉപയോഗിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. വിദ്വേഷ പ്രചരണത്തിനെതിരെയായിരുന്നു ഗുരുവിന്റെ പോരാട്ടമെന്ന് പ്രതിപക്ഷ നേതാവ്. ഏഷ്യാ കപ്പ് ഹോക്കിയിൽ ഇന്ത്യ ചാമ്പ്യന്മാർ. ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ചത് 1-4 ഗോളിന്. ജയത്തോടെ ഇന്ത്യ ലോകകപ്പിൽ യോഗ്യതയുറപ്പിച്ചു. KCL 2ാം സീസണിന്റെ ഫൈനലിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ കൊല്ലം സൈലേഴ്സിന് 182 റൺസ് വിജയലക്ഷ്യം. US ഓപ്പൺ പുരുഷ ചാമ്പ്യനെ ഇന്നറിയാം. അൽക്കാരസ് സിന്നർ പോരാട്ടം 11:30 മുതൽ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. ജാഗ്രത തുടരുന്നു. 1988 ശേഷമുള്ള ഏറ്റവും വലിയ പ്രളയക്കെടുതിയിൽ പഞ്ചാബ്. മരണസംഖ്യ ഉയരുന്നു. സ്റ്റോറി ഓഫ് ദി ഡേ. കമ്പം കൂടി കണ്ടു മടങ്ങി ഇടുക്കി യാത്രികർ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വാക്സിനുമായി റഷ്യ. പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി ക്ലിനിക്കൽ ഉപയോഗത്തിന് വാക്സിൻ തയ്യാറായി. എൻട്രോമിക്സ് വാക്സിൻ രോഗികൾക്ക് സൗജന്യമായി നൽകും. ഈ വർഷം അവസാനമായിരിക്കും വാക്സിൻ ലഭ്യമാക്കുക. വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, റഷ്യൻ പ്രസിഡന്റ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ വർഷം അവസാനത്തോടുകൂടി ക്യാൻസറിനുള്ള വാക്സിൻ ലഭ്യമാക്കുമെന്ന്. ഇപ്പോൾ ഈ വാക്സിൻ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ ഈ അർബുദ ചികിത്സാ രംഗത്ത് എത്രത്തോളം വിപ്ലവകരമായ ഒരു മാറ്റമായിരിക്കും ഈ വാക്സിൻ കൊണ്ടുവരിക? ലോകത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു പ്രഖ്യാപനമാണ് റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നിലവിൽ രാജ്യത്ത് ലോകത്തെല്ലായിടത്തും തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന അസുഖമായി ക്യാൻസർ, അർബുദം മാറിയിട്ടുണ്ട്. അതിനുള്ള വലിയ ഒരു
മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കോവിഡ് വാക്സിന്റെ രീതിയിലാണ് ഈ വാക്സിൻ പ്രവർത്തിക്കുക എന്നുള്ളതാണ്, എൻഡ്രോമെക്സ് വാക്സിൻ പ്രവർത്തിക്കുക എന്നുള്ളതാണ് റഷ്യ വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാക്സിന്റെ ക്ലിനിക്കൽ ട്രയലുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വിതരണത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. സൗജന്യമായി വാക്സിൻ എത്തിക്കാനുള്ള നടപടികളാണ് പ്രധാനമായും ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് റഷ്യ വ്യക്തമാക്കുന്നത്. ഫെഡറൽ മെഡിക്കൽ ആൻഡ് ബയോളജിക്കൽ ഏജൻസി ഹെഡ് വെറോണിക്ക സെർസ്റ്റോവയാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം ഇപ്പോൾ എക്കണോമിക് ഫോറത്തിൽ നടത്തിയിട്ടുള്ളത്. ആ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഏതായാലും പുറത്തേക്ക് വരുന്നുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം തന്നെയായി നമുക്കിതിനെ വിലയിരുത്തേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങളിലായിരുന്നു റഷ്യ എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട വിവിധ രാജ്യങ്ങൾ പരീക്ഷണം നടത്തുന്നു. പക്ഷേ കുറെ കൂടി അഡ്വാൻസ്ഡ് ആയി കുറെ കൂടി മുന്നോട്ട് തന്നെ പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഏറ്റവും കൂടുതലായി ലോകത്ത് കാണപ്പെടുന്ന ക്യാൻസർ എന്ന് പറയുന്നത് വൻകുടലിലുള്ള ക്യാൻസർ ആണ്. അതിനുള്ള ഒരു മരുന്നാണ് പ്രധാനമായും ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അതിൽ തന്നെ തലച്ചോറിലുണ്ടാകുന്ന അർബുദം, അതോടൊപ്പം തന്നെ കണ്ണിലും മറ്റു ശരീരഭാഗങ്ങളിലും ഉണ്ടാകുന്ന തൊലിപ്പുറത്തൊക്കെ ഉണ്ടാകുന്ന ക്യാൻസറുകൾ, അങ്ങനെ നിരവധിയായ ക്യാൻസറുകളിലേക്കുള്ള മരുന്നുകളൊക്കെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ mRNA എന്ന് പറയുന്ന മെസഞ്ചർ റൈബോ ന്യൂക്ലിക് ആസിഡ് സംവിധാനം ഉപയോഗിച്ചാണ് ഇതിന്റെ പ്രവർത്തനം. അത് സാധാരണഗതിയിൽ കോവിഡ് വാക്സിനിലാണ് അത് പ്രവർത്തിക്കുന്നത്. കോവിഡ് വാക്സിന്റെ പ്രവർത്തനം നമുക്കറിയാവുന്നതാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി പിന്നീട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അസുഖബാധിതനാകുമ്പോൾ നമ്മുടെ ശരീരം സ്വാഭാവികമായും അതിനോട് പ്രതികരിക്കുകയൊക്കെ ചെയ്യും. ആ രീതി തന്നെയാണ് ഈ ക്യാൻസർ മരുന്നിന് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് റഷ്യ അവകാശപ്പെടുന്നത്. അതായത് ക്യാൻസറിന്റെ സെല്ലുകളെ പൂർണ്ണമായും സെല്ലുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ സെല്ലുകളെ അതിന്റെ ശക്തി കുറയ്ക്കുന്നു. അത് 60% മുതൽ 80% വരെ അതിന്റെ ശക്തി കുറച്ചുകൊണ്ട് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഈ വാക്സിനിലൂടെ ഉദ്ദേശിക്കുന്നത്, എൻഡ്രോമെക്സ് വാക്സിനിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാധാരണഗതിയിൽ നേരത്തെ നമ്മൾ കോവിഡിന്റെ കാര്യത്തിൽ ചെയ്തതുപോലെ തന്നെ ഇഞ്ചക്ഷനായി തന്നെയായിരിക്കും വാക്സിൻ നൽകുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. അതിന്റെ പ്രാരംഭ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വർഷം അവസാനത്തോടെ വാക്സിൻ വിപണിയിലേക്ക് എത്തും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന്, ഈ വാക്സിൻ കണ്ടുപിടിച്ചു എന്നുള്ളത് ആദ്യഘട്ടത്തിൽ സൗജന്യമായി തന്നെ ജനങ്ങൾക്ക് നൽകാവുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. മറ്റ് വാക്സിനുകൾ കൂടി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ റഷ്യയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു ഏജൻസി മാത്രമായിട്ട് നടത്തിയതല്ല. വിവിധ ഏജൻസികൾ വിവിധ പരീക്ഷണാടിസ്ഥാനത്തിൽ വലിയ നീക്കങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടത്തി അതിന്റെ പരിണിത ഫലമായാണ് ഇത്തരം ഒരു വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബയോളജിക്കൽ ലാബിൽ നടക്കം നിലപാടുകൾ വ്യക്തമാക്കുന്നത്. ഏതായാലും നമ്മളെ സംബന്ധിച്ച് സ്വാഭാവികമായി മനുഷ്യരെ എല്ലാവരെയും സംബന്ധിച്ച് വലിയ ആശ്വാസ വാർത്ത തന്നെയാണ് റഷ്യയിൽ നിന്നുള്ള. ഇതിനിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും ഇത് പരീക്ഷിച്ച് അതിന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഇത് മനുഷ്യരിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഏത് തരത്തിലാണ് ഇതിന്റെ പ്രതിഫലനങ്ങൾ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. ഏതായാലും ഈ ഘട്ടത്തിൽ ഏറ്റവും ആശ്വാസകരമാകുന്ന വാർത്ത തന്നെയാണ്. കാരണം ലോകത്താകെ ഏറ്റവും മാരകമായി പടർന്നു പിടിക്കുന്ന ഒരു അസുഖമായി ക്യാൻസർ, അർബുദം മാറിയിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഇത് ഏറ്റവും നിർണായകമായ ഒരു കണ്ടുപിടുത്തമായി അല്ലെങ്കിൽ വലിയൊരു സംഭാവനയായി തന്നെ കാണേണ്ടി വരും. ക്യാൻസറിന് ചികിത്സയ്ക്കായി വാക്സിനുമായി റഷ്യ പരീക്ഷണങ്ങളെല്ലാം പൂർത്തിയാക്കി. ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ വാക്സിൻ രോഗികൾക്ക് സൗജന്യമായി നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ ലോകത്താകമാനം ക്യാൻസർ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും ആശ്വാസവും അതുപോലെ തന്നെ വിപ്ലവകരമായ ഒരു മാറ്റമായിരിക്കും ഈ വാക്സിൻ കൊണ്ടുവരിക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കെ പ്രശാന്ത്. അടുത്ത മാസം അവസാനം മലേഷ്യയിൽ നടക്കുന്ന ആസിയാൻ ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയെന്ന് റിപ്പോർട്ട്. ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന കാര്യം ട്രംപ് ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ആസിയാൻ സമ്മേളനങ്ങളിൽ പതിവായി പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ വർഷത്തെ ആസിയാൻ ഉച്ചകോടി ഇരു നേതാക്കൾക്കും ഇടയിലുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്കുള്ള ഒരു അവസരമായി മാറിയേക്കാം. നവംബറിൽ G20 ഉച്ചകോടിക്കായി ട്രംപ് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകില്ല. അതുകൊണ്ട് തന്നെ ഇരു നേതാക്കളും തമ്മിൽ മറ്റൊരു കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതയും ഇല്ലാതാകും. നയതന്ത്ര ചർച്ചകളുടെ ഫലത്തെ ആശ്രയിച്ചിരിക്കും ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച. തിങ്കളാഴ്ച നടക്കുന്ന അടിയന്തര ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. വെർച്വലായിട്ടാണ് യോഗം ചേരുക. അമേരിക്ക ചുമത്തിയ അധിക തീരുവയെക്കുറിച്ച് യോഗത്തിൽ ചർച്ചയാകും. താരിഫ് കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പൊതു സമീപനം സൃഷ്ടിക്കുക എന്നതാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. ചൈന, റഷ്യ, ഇറാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ബ്രിക്സ് ഗ്രൂപ്പിന്റെ നിലവിലെ അധ്യക്ഷൻ ബ്രസീലാണ്. ട്രംപ് ഷീ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങുന്നു. ഒക്ടോബർ അവസാനം ദക്ഷിണ കൊറിയയിലാണ് കൂടിക്കാഴ്ച. വ്യാപാര സുരക്ഷാ ബന്ധങ്ങളിൽ നിർണായക ചർച്ചകൾ നടക്കുമെന്നാണ് വിവരം. അതേസമയം വൈറ്റ് ഹൌസ് ഇതുവരെ കൂടിക്കാഴ്ച സംബന്ധിച്ച് സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല.
വ്യാപാര തർക്കം തുടരുന്നതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ ഭാഗമായി ജിയോങ്ജു നഗരത്തിൽ വച്ചാണ് കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയും ദക്ഷിണ കൊറിയയിൽ വച്ച് നടന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഏപ്രിലിൽ ചൈനീസ് ഇറക്കുമതിക്ക് ട്രംപ് 145% തീരുവ ചുമത്തിയിരുന്നു. ഇതിന് തിരിച്ചടിയായി ചൈനയും US ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തി. എന്നാൽ ചൈനയ്ക്കെതിരെ അധിക തീരുവകൾ ഈടാക്കുന്നത് നവംബർ വരെ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ട്രംപ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ഈ ഉച്ചകോടി ഒരു പ്രധാന അവസരമായി മാറുമെന്നാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ മാസം ചൈന സന്ദർശിക്കാൻ ട്രംപിനെയും ഭാര്യയെയും ഷീ ജിൻപിങ് ഫോണിലൂടെ ക്ഷണിച്ചിരുന്നു. കൂടുതൽ സാമ്പത്തിക നിക്ഷേപങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള ഒരു അവസരമായാണ് ഈ യാത്രയെ അമേരിക്ക കാണുന്നത്. ദക്ഷിണ കൊറിയൻ സന്ദർശനത്തിനെത്തുന്ന ട്രംപ് മടക്കയാത്രയ്ക്കിടെ ചൈനയിലെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്നാൽ ട്രംപ് ഷീ ചർച്ചകളെക്കുറിച്ച് വൈറ്റ് ഹൌസ് അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യ റഷ്യ ചൈന ബന്ധം ദൃഢമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ട്രംപിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക് അമൃത TV. വയനാട് പുൽപ്പള്ളിയിൽ കാർ പോർച്ചിൽ മദ്യവും സ്ഫോടക വസ്തുവായ 15ഓളം തോട്ടകളും കണ്ടെത്തിയ സംഭവത്തിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ ഗൃഹനാഥൻ നിരപരാധിയെന്ന് പോലീസ്. തങ്കച്ചനെ വെറുതെ വിട്ടു. തങ്കച്ചനെ കുടുക്കാൻ ശ്രമിച്ച സംഘത്തിലെ മരക്കടവ് പുത്തൻവീട് PS പ്രസാദിനെ പുൽപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പുൽപ്പള്ളി മരക്കടവ് സ്വദേശി തങ്കച്ചൻ എന്ന അഗസ്റ്റ്യൻ നിരപരാധിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. കഴിഞ്ഞ മാസം 22-നാണ് അഗസ്റ്റ്യന്റെ വീട്ടിലെ കാർ ഷെഡിൽ നിന്നും മദ്യവും സ്ഫോടക വസ്തുക്കളും പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് തങ്കച്ചനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ഈ കേസിലാണ് വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയ ഭിന്നതയും വ്യക്തിവിരോധവും മൂലം ബോധപൂർവം നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് തങ്കച്ചനെ കേസിൽ കുടുക്കാൻ ശ്രമം നടന്നത്. പ്രതികൾ മദ്യവും സ്ഫോടക വസ്തുക്കളും നിർത്തിയിട്ട കാറിനടിയിൽ കൊണ്ടുവയ്ക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംഭവത്തിൽ ഉൾപ്പെട്ട പുൽപ്പള്ളി സ്വദേശി പ്രസാദിനെ അറസ്റ്റ് ചെയ്തു. ഇയാൾ കർണാടകയിൽ നിന്നും ഗൂഗിൾ പേ ഉപയോഗിച്ച് മദ്യം വാങ്ങിയ തെളിവും പോലീസിന് ലഭിച്ചു. മദ്യവും സ്ഫോടക വസ്തുക്കളും കാർ ഷെഡിൽ കൊണ്ടുവച്ച യഥാർത്ഥ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്ന് തങ്കച്ചന്റെ കുടുംബവും ആവശ്യപ്പെട്ടു. പോലീസുകാർ കൃത്യമായി ഇടപെട്ടെങ്കിലും ഇങ്ങനെ നിരപരാധി ആണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇതാരാ ഇത് വിളിച്ചു പറഞ്ഞതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇത് കള്ളക്കേസാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയെങ്കിൽ ചേട്ടൻ നിരപരാധിയാണെന്ന് അറിഞ്ഞ് പോലീസുകാർ കൃത്യമായ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ അന്ന് ചേട്ടയ്ക്ക് ജാമ്യം കിട്ടിയാൽ ഈ ലോകത്ത് ഒരു അമ്മയ്ക്കും ഒരു ഭാര്യയ്ക്കും ഒരു മക്കൾക്കും ഇതുപോലൊരു ഗതി വരുന്നത് ഞാൻ അന്ന് രാത്രിയിൽ അനുഭവിച്ച ഒരു വേദന ഈ ലോകത്ത് ഒരു ഭാര്യയ്ക്കും ഉണ്ടാകരുത്. തങ്കച്ചൻ നിരപരാധിയാണെന്ന കുടുംബത്തിന്റെ പരാതിയിൽ CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകളും വിവരം നൽകിയവരുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് യഥാർത്ഥ പ്രതികളിലേക്ക് പോലീസ് എത്തിയത്. അമൃത ന്യൂസ്, വയനാട്. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കത്തിന്റെ ഇരയായിട്ടാണ് താൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കഴിഞ്ഞതെന്ന് ജയിൽ മോചിതനായ തങ്കച്ചൻ. DCC പ്രസിഡന്റ് ND അപ്പച്ചനും DCC ജനറൽ സെക്രട്ടറി PD സജിയും ചേർന്നാണ് തന്നെ കേസിൽപ്പെടുത്തിയത്. പാടിച്ചിറയിൽ നടന്ന വികസന സെമിനാറിൽ നേതൃത്വത്തെ ചോദ്യം ചെയ്തത് പകയ്ക്ക് കാരണമായി എന്നും KPCC നേതൃത്വത്തിന് പരാതി നൽകുമെന്നും തങ്കച്ചൻ പ്രതികരിച്ചു. ഇനി ഇര കൊളുത്തിയിട്ടവനും ചൂണ്ടൊക്കെ പിടിച്ചവനൊക്കെ ഒളിവിലാണ്. അവരെയും കൂടി പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഇതിന് ND അപ്പച്ചന് വരെ DCC പ്രസിഡന്റായ ND അപ്പച്ചന് വരെ ഇതിൽ പങ്കിട്ടെന്നാണ് പറയുന്നത്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. 2ാം വാർഡിന്റെ കോൺഗ്രസിന്റെ പ്രസിഡന്റ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രസിഡന്റാണ് ഞാൻ. തൃശൂർ കുന്നംകുളത്തെ പോലീസ് ഗുണ്ടായുസത്തിന് പിന്നാലെ തൃശൂർ പീച്ചിയിലും പോലീസിന്റെ മർദ്ദനം. പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ഉടമയുടെ മാനേജരെയും ജീവനക്കാരനെയും പോലീസ് മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ബിരിയാണിക്ക് രുചിയില്ലെന്ന് പറഞ്ഞു നൽകിയ പരാതിയിലാണ് പട്ടിക്കാട് ലാലീസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ KP ഔസേപ്പിന്റെ ഹോട്ടലിലെ മാനേജരെയും ജീവനക്കാരനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചത്. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ പോലീസ് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് തൃശൂർ പീച്ചിയിൽ നിന്നും പോലീസിന്റെ കാടത്തം വീണ്ടും പുറത്തു വന്നത്. 2023 മെയ് 24-നാണ് സംഭവം നടന്നത്. ബിരിയാണിക്ക് രുചിയില്ലെന്ന് പറഞ്ഞു നൽകിയ പരാതിയിലാണ് പട്ടിക്കാട് ലാലീസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ KP ഔസേപ്പിന്റെ ജീവനക്കാരനെയും ഹോട്ടൽ മാനേജരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചത്. ഹോട്ടൽ ഉടമ നടത്തിയ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ദൃശ്യങ്ങൾ ലഭിച്ചത്. ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല എന്ന് ഹോട്ടൽ ഉടമയായ ഔസേപ്പ് പറഞ്ഞു.
അന്നത്തെ PGSI PM രതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. ഔസേപ്പിനെയും മകൻ പോൾ ജോസഫിനെയും സ്റ്റേഷനിലെത്തിച്ച് അപമാനിച്ചുവെന്നും പരാതിയുണ്ട്. 1.5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിവരാവകാശ നിയമപ്രകാരം ഔസേപ്പിന് സ്റ്റേഷനിൽ നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. വിവരാവകാശത്തിന് അപേക്ഷ കൊടുത്തു. അപ്പോൾ PG പോലീസ് സ്റ്റേഷൻ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിജക്ട് ചെയ്തു. സ്ത്രീ സുരക്ഷ പറഞ്ഞുകൊണ്ട് റിജക്ട് ചെയ്തു. രണ്ടാമത് ഞാൻ അപ്പീൽ ഒല്ലൂർ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൊടുത്തു. അത് മാവോവാദി ഭീഷണി നിൽക്കുന്ന സ്റ്റേഷനാണെന്ന് പറഞ്ഞ് അത് റിജക്ട് ചെയ്തു. അത് നീണ്ടൊരു പോരാട്ടമായിരുന്നു. 1.5 വർഷത്തിന് ശേഷമാണ് എനിക്ക് CCTV കിട്ടിയത്. ഈ CCTV ഈ മർദ്ദിക്കപ്പെട്ട 2 പേർക്കും ലോക്കപ്പിൽ അടയ്ക്കപ്പെട്ട എൻ്റെ മകനും പരാതിക്കാരനായ എനിക്കും അങ്ങനെ 4 പേർക്ക് പെൻഡ്രൈവിൽ CCTV PG സ്റ്റേഷനിൽ നിന്ന് മറ്റേ വിവരാവകാശ കമ്മീഷണർ ഉത്തരവ് പ്രകാരം എനിക്ക് ലഭിച്ചു. മർദ്ദിച്ചതിന് പിന്നാലെ പണം വാങ്ങി പോലീസ് കേസൊതുക്കി. 5 ലക്ഷം രൂപയാണ് പരാതിക്കാരനിൽ നിന്ന് വാങ്ങിയത്. പരാതിക്കാരൻ ദിനേശിന് പണം നൽകിയത് SI പറഞ്ഞിട്ടെന്ന് ഹോട്ടൽ ഉടമ ഔസേപ്പ് വ്യക്തമാക്കി. തൻ്റെ വീട്ടിലെ CCTVക്ക് താഴെ വെച്ചാണ് പണം കൈമാറിയതെന്നും ഔസേപ്പ് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന എൻ്റെ ഈ വീടിൻ്റെ മുൻവശത്ത് വെച്ചിട്ട് CCTVയുടെ മുൻവശത്ത് വെച്ചിട്ടാണ് പണം കൊടുക്കുന്നത്. 8 കെട്ടുകൾ 50,000-ൻ്റെ 8 കെട്ടുകൾ. അങ്ങനെ 4 ലക്ഷം പോരെയെന്ന് ഞാൻ ബാർഗെയിൻ ചെയ്തു. അപ്പം പറഞ്ഞു പറ്റില്ല, 5 ലക്ഷം കെട്ടണം, 3 ലക്ഷം പോലീസിന്, 2 ലക്ഷം എനിക്കിന്ന് വീണ്ടും ആവർത്തിച്ചു. അങ്ങനെ 1 ലക്ഷം കൂടി പ്ലാസ്റ്റിക് കൂടുതൽ ഇട്ട് കൊടുത്ത്. സമാനമായ പരാതികൾ തൃശ്ശൂരിലെ പല പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ടെന്നും ഇവിടെ നിന്നെല്ലാം വിവരാവകാശ നിയമപ്രകാരം CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുമെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇത്തരത്തിൽ സംശയാസ്പദമായി മർദ്ദനങ്ങളെക്കുറിച്ച് അറിവുള്ള സ്റ്റേഷനുകളിൽ ഞങ്ങൾ വിവരാവകാശ നിയമമനുസരിച്ച് CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അപേക്ഷകൾ കൊടുക്കുകയാണ്. ഈ PG ഉൾപ്പെടെ മണ്ണുത്തി ഭയാനകമായ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് PG പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. SI ആയിരുന്ന രതീഷിനെതിരെ നടപടിയെടുക്കും വരെ പ്രതിഷേധം തുടരുമെന്നും കോൺഗ്രസ് പറഞ്ഞു. അമൃത ന്യൂസ്, തൃശൂർ. പോലീസ് അതിക്രമത്തിനെതിരെ കോഴിക്കോടും പരാതി. മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് മാമുക്കോയയ്ക്കാണ് പോലീസിന്റെ മർദ്ദനമേറ്റത്. സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാമുക്കോയ പ്രതികരിച്ചു. 2023 കുറ്റിക്കാട്ടൂർ യത്തീംഖാനയിലെ ഭൂമി സംബന്ധിച്ച പ്രശ്നം പരിഹരിക്കാനെത്തിയ പോലീസ് മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് മാമുക്കോയെ കസ്റ്റഡിയിലെടുക്കുന്നത്. 1 മണിക്കൂർ സ്റ്റേഷനിൽ നിർത്തിയ ശേഷം വിട്ടയച്ചിരുന്നു. ഇവിടെ വെച്ചാണ് മാമുക്കോയയ്ക്ക് പോലീസിൽ നിന്ന് മർദ്ദനമേറ്റത്. എന്നാൽ സംഭവം നടക്കുമ്പോൾ താൻ സ്ഥലത്തില്ലായിരുന്നുവെന്നാണ് മാമുക്കോയയുടെ വാദം. സമൻസ് പോലും ഇല്ലാതെയാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ എത്തിയതെന്നും ഇത് ചോദ്യം ചെയ്തതോടെ പൊതുമധ്യത്തിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്നും മാമുക്കോയ പറയുന്നു. അവിടെ കുറ്റിക്കാട്ടിലൊരു വിഷയവുമായി ക്യാമ്പസിൽ വന്നപ്പോൾ ആ പ്രദേശത്തല്ല ഞാൻ അന്നേരം 100 മീറ്റർ അപ്പുറത്താണ് ഉള്ളത്. ആ സമയത്താണ് പോലീസിനെ അന്വേഷിച്ച് അവിടെ വരികയും അവിടെ വന്നിട്ട് എൻ്റെ പേര് ചോദിച്ചപ്പോൾ ഞാൻ പറയും ചെയ്തു. അപ്പോൾ നിങ്ങൾ സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്റ്റേഷനിൽ വരണമെങ്കിൽ എൻ്റെ അടുത്ത് എനിക്ക് ഇത് വേണമെന്ന് പറഞ്ഞു. ആ സമൻസോ കാര്യം എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ടോ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ വരാറുണ്ട്. അപ്പോൾ എന്താ പോലീസിനോട് ഇങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചു, പോലീസിനാണോ പഠിപ്പിക്കണമെന്നൊക്കെ ചോദിച്ചിട്ടാണ് എന്നെ ക്രൂരമായിട്ട് അവിടെ നിൽക്കാണ്ട് സുദർശനും ബെന്നിയും പിന്നെ അടിച്ചതും പിന്നെ പുറത്ത് ചവിട്ടി കാലിന് രാത്രി ഒന്ന് കുത്തി ഇവരൊക്കെ പിടിച്ചു ചെയ്തതാണ്. ഞങ്ങളെ നീ പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് തലയ്ക്കും മുതുകിലും അടിച്ചതെന്നും പരാതിയിൽ പരാമർശിക്കുന്നുണ്ട്. അന്നത്തെ മെഡിക്കൽ കോളേജ് SP K സുദർശനും CI ബെന്നി ലാലുവും മർദ്ദിച്ചെന്നാണ് മാമുക്കോയുടെ പരാതി. മർദ്ദന ദൃശ്യങ്ങൾ 2 വർഷം മുൻപ് പുറത്തു വന്നിരുന്നു. സംഭവത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും സ്വീകരിച്ചില്ലെന്നും മാമുക്കോയ വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിക്ക് വീണ്ടും ഒരു പരാതി കൂടി നൽകാനാണ് മാമുക്കോയുടെ നീക്കം. അമൃത ന്യൂസ്, കോഴിക്കോട്. 2012 നേരിട്ട പോലീസ് മർദ്ദനത്തിൽ നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി മുൻ SFI നേതാവ്. SFI മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണനാണ് പോലീസ് സ്പീക്കറെ വിവരിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ ആലപ്പുഴ DYSPയും മുൻ കോന്നി CIയുമായ മധുബാബുവിനെതിരെയാണ് ജയകൃഷ്ണന്റെ ആരോപണം. 2012 UDF സർക്കാരിനെതിരെ നടത്തിയ സമരങ്ങളുടെ പേരിലാണ് ജയകൃഷ്ണനെ കോന്നി പോലീസ് അന്ന് കസ്റ്റഡിയിലെടുത്തത്. അന്നത്തെ കോന്നി CIയുടെ നേതൃത്വത്തിൽ തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ജയകൃഷ്ണന്റെ ആരോപണം. ലാത്തിയടിയേറ്റ മുറിവുകളിൽ പെപ്പർ സ്പ്രേ അടിച്ചുവെന്നും ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിച്ചുവെന്നും ജയകൃഷ്ണൻ പറയുന്നു. അന്നത്തെ കോന്നി CI ആയിരുന്ന MR മധുബാബു, ഇപ്പോഴത്തെ ആലപ്പുഴ DYSP, അദ്ദേഹമായിരുന്നു എന്നെ 3-ാം മുറയ്ക്ക് വിധേയമാക്കിയത്. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ പോരാട്ടത്തിലാണ്. എന്നെ 2012 ഒക്ടോബർ മാസം 12-ാം തീയതി വീട്ടിൽ വന്ന്
അറസ്റ്റ് ചെയ്യുകയും എൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ എന്നെ മർദ്ദിക്കുകയും തുടർന്ന് എന്നെ കോന്നി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കോന്നി പോലീസ് സ്റ്റേഷനിൽ ഒരു ബെഞ്ചിൽ കിടത്തി കാലിൻ്റെ വെള്ള അടിച്ചു പൊട്ടിക്കുകയും അതുപോലെ തന്നെ പെപ്പർ സ്പ്രേ ദേഹമാസകലിനും കണ്ണിലും പ്രയോഗിക്കുകയും അതുപോലെ തന്നെ ബൂട്ടിട്ട് ചവിട്ടുകയും അങ്ങനെ അതിബ്രൂട്ടലായിട്ടുള്ള ക്രൂരമായ മർദ്ദനത്തിന് മൂന്നാം മുറയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്തത്. മർദ്ദനശേഷം 6 മാസത്തോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ ജയകൃഷ്ണൻ ചികിത്സയിൽ കഴിഞ്ഞു. മധു ബാബുവിനെതിരെ പരാതി നൽകിയെങ്കിലും LDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് പോലും ഒരു നടപടിയും ഉണ്ടായില്ല. നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ജയകൃഷ്ണൻ. അമൃത ന്യൂസ്, പത്തനംതിട്ട. കുന്നംകുളം പോലീസ് മർദ്ദനം അറിഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് തളർന്നു പോയെന്ന് KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ MP. എത്രയോ മർദ്ദനം താൻ കണ്ടിട്ടുണ്ട്. സുജിത്ത് എങ്ങനെ പിടിച്ചു നിന്നു എന്നതിൽ അത്ഭുതം തോന്നുന്നുവെന്നും സുധാകരൻ പറഞ്ഞു. മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുമൊത്ത് സദ്യ കഴിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അതിനും ഇതിനും ബന്ധമില്ല, അത് വേറെ ഇത് വേറെ എന്നായിരുന്നു പ്രതികരണം. കുന്നംകുളം മർദ്ദനം രാജ്യത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരളത്തിലെ പോലീസ് നയം എന്താണെന്ന് തുറന്ന് അറിയിക്കുന്ന സംഭവമാണിത്. ഇത് പൂഴ്ത്തിവെക്കാൻ സർക്കാരും പോലീസും പരമാവധി ശ്രമിച്ചു. അന്ന് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ CCTV ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഇതിൽ പ്രതികളാണെന്നാണ് തന്റെ അഭിപ്രായമെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. VD സതീശനെയും PK കുഞ്ഞാലിക്കുട്ടിയെയും കടന്നാക്രമിച്ച് വെള്ളാപ്പള്ളി നടേശൻ. കോൺഗ്രസിനെ നശിപ്പിക്കുന്ന പാർട്ടിക്കുള്ളിലെ കുലംകുത്തിയാണ് VD സതീശൻ. മാന്യമായി പെരുമാറാനാണ് ആദ്യം പഠിക്കേണ്ടതെന്നും വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം സമുദായത്തെയല്ല താൻ വിമർശിക്കുന്നതെന്നും മുസ്ലിം ലീഗിനോടാണ് തന്റെ വിയോജിപ്പെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി. അധികാരം കിട്ടാനായി ഭ്രാന്തനെ പോലെ പെരുമാറുകയാണ് PK കുഞ്ഞാലിക്കുട്ടിയെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. അമൃത TVയുടെ വാക്ക് മറുവാക്കിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് VD സതീശന് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ ഒരുക്കമല്ല വെള്ളാപ്പള്ളി നടേശൻ. പക്വതയും വിനയവുമാണ് പ്രധാനമായും ഒരു നേതാവിന് വേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസിനെ നശിപ്പിക്കാൻ പാർട്ടിക്കുള്ളിലെ കുലംകുത്തിയായി VD സതീശൻ മാറിയെന്ന് വെള്ളാപ്പള്ളി ആഞ്ഞടിച്ചു. അത് ഇപ്പോൾ ആരുമാണെന്ന് ഒരു തോന്നൽ. കോൺഗ്രസിനകത്ത് കോൺഗ്രസ് നശിപ്പിക്കാൻ ഒരു കുലംകുത്തിയായിട്ടാണ് ഇദ്ദേഹം നിൽക്കുന്നത്. എന്തു ചെയ്യും? ഇങ്ങനെ ആരും കൊണ്ടുണ്ടാകും. മാത്രമല്ല ഇങ്ങനെ വേറൊരുണ്ട് തന്തയുടെ പ്രായമുള്ള ആളിനെ പോലും ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു നേതാവ് നമ്മൾ ഒരുപാട് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ്സുകാരനും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പെരുമാറുന്ന ആരങ്ങളുണ്ട്. ഇതൊക്കെ കാണിക്കുമ്പോൾ ഈ പെരുമാറ്റം കാണിക്കുമ്പോൾ ഇദ്ദേഹം ഏതാണ്ട് ദൈവപുത്രനായിട്ട് ആളുകൾ കണക്കാക്കുന്നതാണ്. അതേസമയം വർഗീയത വിളമ്പാനാണ് താൻ വാതുറക്കുന്നത് എന്ന ആക്ഷേപത്തിനും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കുകയാണ്. മുസ്ലിം സമുദായത്തോടല്ല മുസ്ലിം ലീഗിനോടാണ് തന്റെ വിയോജിപ്പ്. സമുദായത്തെ അധിക്ഷേപിക്കുന്നതായി ട്വിസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. ഭരണം കിട്ടാനായി കുഞ്ഞാലിക്കുട്ടി ഒരു ഭ്രാന്തനായി മാറിയിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. കുഞ്ഞാലിക്കുട്ടിയൊക്കെ കുറേ കൂടെ മാന്യമായി പെരുമാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം ഇന്ന് ഭരണം കിട്ടാൻ വേണ്ടിയിട്ടൊരു ഭ്രാന്തനായി മാറിയിരിക്കുകയാണ്. അതിന് ഏറ്റവും അതിന് കരുവായി എന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പറയാനുള്ളത് എവിടെയും പറയുമെന്നും തന്റെ വായടക്കാമെന്ന് ആരും കരുതേണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വെള്ളാപ്പള്ളി നടേശൻ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹത്തിന്റെ വെല്ലുവിളി നേരത്തെ സ്വീകരിച്ചതാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും VD സതീശൻ പറഞ്ഞു. യുക്രൈനിലെ ഭരണസിരാ കേന്ദ്രങ്ങൾ തകർത്ത് റഷ്യയുടെ ഡ്രോൺ ആക്രമണം. കീവിലെ പെച്ചേസ്കി പ്രദേശത്തെ കെട്ടിടമാണ് റഷ്യ ആക്രമിച്ചത്. സർക്കാർ കെട്ടിടം ആക്രമിച്ചെന്ന് യുക്രൈൻ സൈനിക ഭരണ മേധാവി തിമർ തെക്കച്ചെങ്കോ വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിൽ ഒരു കുഞ്ഞുൾപ്പെടെ 3 പേർ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മൃതദേഹം അവശിഷ്ടങ്ങളിൽ നിന്ന് പുറത്തെടുത്തതായി കീവിന്റെ സൈനിക മേധാവി പറഞ്ഞു. ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ തലസ്ഥാന നഗരിയിൽ സർക്കാർ ആസ്ഥാനം ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങളിൽ തീ പടർന്നതായും ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന്റെ 2 നിലകളിൽ തീപിടുത്തമുണ്ടായതായും സ്റ്റേറ്റ് എമർജൻസി ഉദ്യോഗസ്ഥർ അറിയിച്ചു. പടിഞ്ഞാറൻ ജില്ലയായ സിയാറ്റോഷൻസ്കിയിലെ 9 നില കെട്ടിടത്തിന്റെ നിരവധി നിലകൾ ഭാഗികമായി നശിച്ചു. ഇതാദ്യമായിട്ടാണ് റഷ്യ യുക്രൈനിന്റെ ഭരണസിരാ കേന്ദ്രം ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്നത്. GST പരിഷ്കരണത്തിലെ പരാതികൾ പരിഹരിക്കാൻ ഇടപെടലുമായി കേന്ദ്ര സർക്കാർ. ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നാളെ യോഗം നടക്കും. വിവിധ മന്ത്രാലയങ്ങളുടെ സെക്രട്ടറിമാർ യോഗത്തിൽ പങ്കെടുക്കും. ഓരോ മേഖലയിലുള്ളവരും ഉന്നയിച്ച പരാതികൾ യോഗം പരിശോധിക്കും. വിവിധ ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറച്ചെങ്കിലും അവയുടെ നിർമ്മാണത്തിനാവശ്യമായ അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ നികുതിയിൽ കുറവില്ല. ഇക്കാര്യങ്ങളടക്കം യോഗം ചർച്ച ചെയ്യും. 4 പകരം 2 GST സ്ലാബാണ് പുതുതായി സർക്കാർ നടപ്പിലാക്കുന്നത്. പുതുക്കിയ നികുതി പരിഷ്കരണം ഈ മാസം 22 മുതൽ നിലവിൽ വരും.
സാമൂഹ്യ പരിഷ്കരണത്തിനും തുടർ വിദ്യാഭ്യാസത്തിനുമുള്ള ശ്രീനാരായണ ഗുരുവിന്റെ ആഹ്വാനം തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മുടെ സാമൂഹ്യ ആത്മീയ മേഖലകളിലെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെയും അദ്ദേഹം ചെലുത്തിയ സ്വാധീനത്തെയും അനുസ്മരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പലരും നമ്മുടെ സംസ്കാരം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ പാഠങ്ങൾ പിന്തുടരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ശ്രീനാരായണ ഗുരു ശ്രീകൃഷ്ണ അവതാരം തന്നെയാണെന്നും ഗവർണർ പറഞ്ഞു. അതേസമയം പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ പോലും അവഗണനയെന്ന് സ്വാമി സച്ചിദാനന്ദ വിമർശിച്ചു. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 171 ജയന്തി സമ്മേളന ഉദ്ഘാടനത്തിലായിരുന്നു പരാമർശം. ശ്രീനാരായണ ഗുരു ശ്രീകൃഷ്ണന്റെ അവതാരം തന്നെയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ അവിടെ ഞാനുണ്ടാകുമെന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവും അതുപോലെയാണ് ഭൂമിയിലേക്ക് വന്നത്. നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മപാഠങ്ങൾ പിന്തുടരണം. വസുദൈവ കുടുംബകം ലളിത ഭാഷയിൽ പറയുകയാണ് ഗുരു എന്നും നമ്മുടെ സംസ്കാരം ജീവിക്കുകയും ജീവിക്കാൻ അനുവദിക്കുകയുമാണെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. Like Narayan Guru come to this earth, that itself is an avatar of Bhagwan Sri Krishna, Bhagwan Vishnu. That guides us. It is not that we have to have amongst that Dashavatara. Every time this Bhagwan Sri Krishna has assured us, every time such occasion of confusion will be happening on the earth, I will be there. അതേസമയം പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കുറയുന്നതായി സ്വാമി സച്ചിദാനന്ദ വിമർശിച്ചു. പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് MLA-മാർ ഇല്ലാത്ത സ്ഥിതിയാണെന്നും പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ പോലും കടുത്ത അവഗണനയാണെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. സാമൂഹ്യ നീതി ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. ആ സാമൂഹ്യ നീതി കുറെയെങ്കിലും ഇവിടെ സംലബ്ധമായത് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തിലൂടെയാണ് പ്രധാനമായി. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിൽ ഞാൻ അടുത്ത കാലത്ത് ചിന്തിച്ചപ്പോൾ ശ്രീനാരായണ സമൂഹം കേരളത്തിലെ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ പുരോഗതിയിൽ നിന്നും പിന്തള്ളപ്പെട്ടു പോകുന്നില്ലേ എന്നുള്ള ചിന്താഗതി എന്നിൽ ശക്തമായിട്ടുണ്ട്. ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തി. ജയന്തി സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിനകത്തും രാജ്യത്തിനൊട്ടാകെയും ശ്രീനാരായണ ഗുരുവിന്റെ 171 ജയന്തിയോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഗുരുദർശനത്തെ വക്രീകരിക്കാനും സ്ഥാപിത താൽപര്യങ്ങൾക്ക് ഉപയോഗിക്കാനും ചിലർ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുരു പകർന്നു നൽകിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും മികച്ച ആദരവ്. മലയാളികൾ ഉള്ളിടങ്ങളിലെല്ലാം വിപുലമായാണ് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിക്കുന്നത്. 3 വർഷം കൂടി കഴിയുമ്പോൾ ഗുരുസമാധിയുടെ ശതാബ്ദിയാണ്. അർത്ഥപൂർണമായ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ ആരംഭിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ഗുരുജയന്തി ദിനത്തിന്റെ ഭാഗമായുള്ള തിരുജയന്തി മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഗുരുവിന് നൽകാവുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലി അദ്ദേഹം പകർന്നു തന്ന മനുഷ്യത്വപൂർണമായ സന്ദേശങ്ങൾ. ശ്രീനാരായണ ഗുരുദേവൻ പോരാടിയത് വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇന്നും വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ജാതിയും മതവുമല്ല, മനുഷ്യനാണ് പ്രധാനം. ശ്രീനാരായണ ദർശനത്തിന് ഒരു പോറൽ പോലും ഏൽക്കാൻ അനുവദിക്കാതെ പൊതുപ്രവർത്തനത്തിൽ താനുണ്ടാകുമെന്നും VD സതീശൻ വ്യക്തമാക്കി. സതീഷിനെതിരെ വെള്ളാപ്പള്ളി പരസ്യ വിമർശനം തുടരുന്നതിനിടെയാണ് തൃപ്പൂണിത്തുറയിലും പറവൂരിലും SNDP പരിപാടികളിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തത്.